പക്ഷെ വർക്കെടുക്കുന്ന 100 ആളും റിച്ചായിരിക്കും. വർക്കെടുക്കാത്ത 3900 ആളുകളും ആ പീനറ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും. പക്ഷെ നിങ്ങൾ തിരിച്ചറിയും, ഒരു 6 മാസമോ 1 കൊല്ലമോ കഴിഞ്ഞാൽ എന്റെ 1 വർഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ 100 ആളുകൾ പണിയെടുത്ത ആളുകളൊക്കെ ഇന്ന് വലിയ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോയി. തിരിച്ചു പിടിക്കാൻ നമുക്ക് ഇനി വൈകിപ്പോയി. കിട്ടുന്ന സമയം ആഞ്ഞു പിടിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങളെ ചേർക്കുന്ന ആളുകൾ, നിങ്ങൾ ചേർക്കാമെന്ന് ഉദ്ദേശിച്ച ആളുകൾ, നിങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം എന്ന് ആഗ്രഹിച്ച ആളുകൾ ബിസിനസ് പോയിന്റ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് വീണ്ടും അവരെ തൈനടിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറേണ്ടി വരും. പണിയെടുക്കാതെ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കോ, ആ കമ്പനി പൂട്ടാൻ പോകുന്നതാണ്. അത് നമ്മൾ കണ്ടിട്ടില്ലേ? 1 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്താൽ ഡെയിലി 1000 രൂപ, 5 ലക്ഷം ഡിപ്പോസിറ്റ് ചെയ്താൽ ഡെയിലി 3000 രൂപ, 5000 രൂപ, 10 ലക്ഷം നഷ്ടപ്പെട്ടവരില്ലേ, 25 ലക്ഷം നഷ്ടപ്പെട്ടവരില്ലേ, കോടി നഷ്ടപ്പെട്ടവരില്ലേ? എന്നാലും മലയാളി പഠിക്കൂല. മലയാളിയുടെ പ്രശ്നം എന്താണ്? പണിയെടുക്കാൻ തയ്യാറില്ല സാറേ. കാശ് എത്ര വേണമെങ്കിലും തരും. ഡെയിലി എനിക്ക് എന്ത് കിട്ടും? മൊന്ത കിട്ടും. ഡെയിലി എന്ത് കിട്ടാൻ? എന്ത് കിട്ടും? ഡെയിലി എവിടുന്ന് കിട്ടും? ഇതെന്താ പൈസ കൊണ്ടേ കുഴിച്ചിട്ടിട്ട് കൃഷിയാക്കിട്ട് പൊന്തിച്ചുകൊണ്ടിരുന്നത്? നിങ്ങള് പറിച്ചു കൊടുക്കാൻ പറ്റിക്കല്ലേ സുഹൃത്തുക്കളെ? തികച്ചും നമുക്കറിയാലോ. എന്നിട്ട് അവര് പറയും ആ ട്രേഡ്, ഈ ട്രേഡ്, ആ കച്ചവടം, ഈ കച്ചവടം. ദുബായിൽ അതുണ്ട്, ആഫ്രിക്കയിൽ മൈനിങ് ഉണ്ട്, ഖനനുണ്ട്. എന്തിന്റെ ഖനനം? നോട്ടും വെച്ചിട്ട്. ഈ ഖനനൊന്നും എന്താ മുകേഷ് അംബാനി കണ്ടില്ലേ? യൂസുഫ് അലി കണ്ടില്ലേ? ഇവരെ കാര്യമൊന്നും പോയിട്ടില്ലല്ലോ. പാവപ്പെട്ടിട്ട് കുറെ സ്വപ്നങ്ങൾ കണ്ടിട്ട്, കുറെ ആഗ്രഹങ്ങൾ കണ്ടിട്ട് നയിക്കാതെ കാശ് കിട്ടണമെന്ന് പറയുന്ന മടിയന്മാരുടെ കാശാണ് പോയിട്ടുള്ളത്. പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ കൂടെ കൂടിക്കോളി. പണിയെടുക്കുന്നവർക്ക് കോടികൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എംപവർ ഓർഗനൈസേഷൻ ധൈര്യമായിട്ട് കൊടുക്കും.